ിലേക്കൊന്ന് പോയാൽ നെന്മാറ മണ്ഡലമാണ് പാലക്കാട് നിന്ന് പരിശോധിക്കുന്നത്. കെ ബാബു, നെന്മാറ MLA കെ ബാബുവിന് എത്ര മാർക്ക്? മോശമല്ല. 75ാമത്തെ റാങ്കാണ് 140-ൽ. അദ്ദേഹം ഇത്തവണ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നാണ് CPM-ൽ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ പുതിയ ഒരാളിനെ മത്സരിപ്പിക്കുന്നു. അവിടുത്തെ ഏരിയ സെക്രട്ടറി എന്നത് അല്ലേ? അതെ, പുതിയൊരാളവിടെ വരുന്നു. പ്രാദേശിക നേതാവാണ് നെന്മാറ. അങ്ങനെ ഒരു ഹാർഡ് കോർ ലെഫ്റ്റ് മണ്ഡലമൊന്നുമല്ല, ഇടത് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പം നമ്മൾ ആലത്തൂര് തരൂര് പോലെയല്ല. ഇപ്പൊ നെന്മാറയിൽ ലോക്സഭയിലൊക്കെ UDF ലീഡ് ചെയ്യാറുള്ള മണ്ഡലമാണ്. പക്ഷേ 66.7% വളരെ മോശം മാർഗല്ല, അത്യാവശ്യം നല്ല മാർക്കുള്ളതാണ്. ഞാനിത് വേറെ കൗതുകം പറയട്ടെ, കേരളത്തിലെ നിയമസഭയിൽ 2 MLA-മാർക്ക് ഒരേ പേരുകളുണ്ട്. അത് ഒന്ന് തൃപ്പൂണിത്തുറ MLA കെ ബാബു, മറ്റൊന്ന് നെന്മാറ MLA കെ ബാബു ആണ്. അപ്പം ഇവര് സബ്മിഷൻ കൊടുക്കും, ബ്രാക്കറ്റ് കൊടുക്കും, നെന്മാറ കെ ബാബു ബ്രാക്കറ്റിൽ നെന്മാറ കെ ബാബു തൃപ്പൂണിത്തുറ. ഇതിനു മുൻപ് M നാരായണൻ ഉണ്ടായിരുന്നു ഇതുപോലെ. ഒരേ സമയം. നമുക്കതുകൊണ്ട് നെന്മാറയുടെ രാഷ്ട്രീയ ചിത്രം ഒന്ന് പരിശോധിക്കാം. നെന്മാറയിൽ എന്തെങ്കിലും അട്ടിമറി നടക്കുമോ? നെന്മാറ ഇല്ല. LDF 48.15, UDF 44.60, NDA 7.25, 3.55 ലീഡ്. UDF മത്സരം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അത്ര കംഫർട്ടബിൾ സേഫ് അല്ല. ആണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം സൂക്ഷിക്കേണ്ടി വരും. അല്ല, നമ്മുടെ സർവേക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രി അവിടെ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു നെന്മാറയും തൃത്താലയും ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ വാർത്ത വന്നു, ശ്രദ്ധിച്ചിരുന്നോ? നമ്മുടെ സർവേക്ക് മുമ്പ് തന്നെ അവർക്ക് LDF-ന് ഒരു അപകടം നടക്കുന്നുണ്ട് അവിടെ. അത് ഈ സർവേയിൽ വളരെ വ്യക്തമായി വരുന്നുണ്ട്. 3.55 എന്നുള്ള വളരെ ചെറിയ സ്ലൈറ്റ് എഡ്ജേ ഉള്ളൂ അവിടെ LDF-ന്. അത് UDF-ന് വലിയൊരു മത്സരം കൊടുത്താൽ വേണമെങ്കിൽ തരംഗമൊക്കെ ഉണ്ടായാൽ ഏതെങ്കിലും മുന്നണിക്ക് ഒരു തരംഗം ഉണ്ടാവുകയാണ്, ഒരു സ്വീപ്പ് ഉണ്ടാവുകയാണ്, അത് UDF-ന് അനുകൂലമാവുകയാണെന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരു പക്ഷേ നെന്മാറയൊക്കെ ജയിച്ച് വന്നേക്കാം. ഇപ്പൊ അവിടെ UDF കൈപ്പത്തി ചിഹ്നത്തിൽ വളരെ ദീർഘകാലമായിട്ട് മത്സരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അത് മാറ്റം ഉണ്ടാവാം. CP ജോൺ വേറൊരിടത്ത് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഈ സീറ്റ് എടുത്ത് മത്സരിക്കാനാണ്. എന്തായാലും നെന്മാറയിൽ മുൻതൂക്കം LDF-നാണ്. പക്ഷെ ആ മുൻതൂക്കം എന്ന് പറയുന്നത് വലിയ ഗംഭീരമായ ഒരു മുൻതൂക്കം അല്ലതാനും. അപ്പോൾ ഒരു മത്സരത്തിനുള്ള സ്കോപ്പ് നെന്മാറയിൽ അവശേഷിക്കുന്നുവെന്നാണ് കോറിന്റെ അഭിപ്രായ സർവേ പറയുന്നത്.